ദാഹജലത്തിനായി വലയുകയാണ് പത്തനംതിട്ട മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾ. വനത്തിനുള്ളിലെ ആറുകളും തോടുകളും വറ്റിവരണ്ടതോടെയാണ് കുടിവെള്ളത്തിനായി 20ഓളം കുടുംബങ്ങൾ നട്ടം തിരിയുന്നത്. വേനൽ രൂക്ഷമായതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് വനമേഖലയിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. കാരണം വന്യമൃഗങ്ങൾ അടക്കം കുടിവെള്ളമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളാണ് ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ശബരിമല പാതയിലെ മഞ്ഞത്തോടിലെ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയ അവസ്ഥയിലാണ്. കാരണം സാധാരണഗതിയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് വനമേഖലയിൽ ഇത്തരമൊരു കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത്. വനമേഖലയിൽ സാധാരണഗതിയിൽ ആറുകളും അരുവികളും കുളങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവിടെ നിന്നാണ് ഈ ആദിവാസികൾ വെള്ളം ശേഖരിച്ച് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ആറുകളും തോടുകളും അതുപോലെ തന്നെ പുഴയുമൊക്കെ വറ്റി വരണ്ടോടുകൂടി തന്നെ ഈ ആദിവാസി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വലിയ ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ദൈനംദിന ജീവിതത്തിന് അവരുടെ കുടിക്കാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വെള്ളമില്ലാത്ത ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്ര സമാനതകളില്ലാത്ത ഒരു ദുരിതം 20ഓളം കുടുംബങ്ങൾ ഈ ആദിവാസി മഞ്ഞത്തോട്ടിലെ ശബരിമല പാതയിലെ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങളാണ് ഇത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ ഇത്തരമൊരു സാഹചര്യം ട്രൈബൽ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഇപ്പോൾ വെള്ളം ടാങ്കറിലെത്തിച്ചാണ് ഇവർക്ക് നൽകുന്നത്. പലപ്പോഴും ഇത് പ്രായോഗികമല്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. കാരണം ഇവർക്ക് ഈ ടാങ്കറിലെത്തിക്കുന്ന വെള്ളം സംഭരിക്കാൻ ടാങ്കുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് 2-3 ദിവസം ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം അവിടെ എത്തിക്കുന്നത്. പക്ഷേ അത് സംഭരിച്ച് വെച്ച് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവർക്കില്ല. അത്തരത്തിൽ വലിയ ഒരു ദുരിതം അനുഭവിക്കുന്നു. കാരണം കുളിക്കാനോ കുടിക്കാനോ തുണി നനയ്ക്കാനോ ഒന്നും ഇവർക്ക് കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ ഒരു രൂക്ഷമായ കുടിവെള്ളക്ഷാമം വനമേഖലയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം. സാധാരണ ഇതിൽ വനമേഖലയിൽ ഇത്തരത്തിൽ നമ്മൾ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടെങ്കിലും വനമേഖലയിൽ നിന്നും ഇത്തരമൊന്നും ബാധിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നദികളും അതുപോലെ തന്നെ അരുവികൾ കുളങ്ങളൊക്കെ വനമേഖലയിലുള്ള എല്ലാം ചെറുതോടുകളെല്ലാം വറ്റി വരണ്ടതോടുകൂടി തന്നെയാണ് ഈ ആദിവാസികൾക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയാതെ ഇപ്പോൾ അവരും വലിയ പ്രതിസന്ധിയിലാണ്. കുടിവെള്ളത്തിനായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പം ട്രൈബൽ വകുപ്പ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് റെഗുലറായി എല്ലാ ദിവസവും എത്തിക്കാത്തതാണ് അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. എന്തായാലും കിണർ കുഴിക്കാനുള്ള ശ്രമം കൂടി വനത്തിൽ കിണർ കുഴിക്കാനുള്ള ശ്രമം കൂടി ഇവർ നടത്തിയിട്ടുണ്ട്. സർക്കാർ നൽകിയ ഭൂമിയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. സർക്കാർ നൽകിയ ഭൂമിയിലാണ് ഇവർ വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ ഉണ്ട്. വീടില്ല, അതുപോലെ തന്നെ കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല. ഇതൊന്നുമില്ലാതെയാണ് ഈ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്.